വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 1. അക്കാലത്ത് നഥാനിയേൽ തൻ്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേലിയൻ. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു പറഞ്ഞു, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. നഥാനിയേൽ പറഞ്ഞു, റബീ, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. യേശു പറഞ്ഞു, അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നുവോ? അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. യേശു തുടർന്നു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ പ്രധാന മാലാഖമാരുടെ ദൗത്യത്തെ ധ്യാനിക്കാം. ഇന്ന് ആഗോള തിരുസഭ വിശുദ്ധ മിഖായേലിൻ്റെയും വിശുദ്ധ ഗബ്രിയേലിൻ്റെയും വിശുദ്ധ റഫായേലിൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്നു. പ്രധാന ദൂതന്മാരുടെ തിരുനാൾ ദിനമായി ഇന്ന് നമ്മുടെ വലിയ സംരക്ഷണത്തിൻ്റെ അടയാളമായി സ്വർഗം ഭൂമിക്ക് നൽകിയ ഈ വിശുദ്ധ മാലാഖമാരെ ധ്യാനിക്കാം. വിശുദ്ധ ഗബ്രിയേൽ അഥവാ മിഖായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഹൂ ഈസ് ലൈക്ക് ഗാഡ്, ദൈവത്തെ പോലെ ആരുണ്ട്. ദൈവത്തിൻ്റെ ഏറ്റവും മഹത്തായ സന്ദേശവാഹകരാണവർ. അതുകൊണ്ട് തന്നെ അവർ സ്വർഗത്തിലെ ഏറ്റവും മഹത്തായ കൃപയുടെ സ്ഥാനം അലങ്കരിക്കുന്നവരാണ്. ഗബ്രിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥമാകട്ടെ ഗാഡ് ഈസ് മൈ സ്ട്രെങ്ത്, ദൈവമാണ് എൻ്റെ ശക്തി എന്നതാണ്. ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയിൽ അഭയം പ്രാപിക്കുന്നവരാണ് മാലാഖമാർ. റഫായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഗാഡ് ഹീൽസ്, ദൈവം സുഖപ്പെടുത്തുന്നു. മാലാഖമാരുടെ ദൗത്യവുമായി ബന്ധപ്പെട്ടാണ് അവരുടെ പേരുകൾ നൽകപ്പെട്ടിരിക്കുക. ഓരോ മാലാഖമാരും ദൈവം പരമേൽപ്പിച്ചിരിക്കുന്ന ദൈവീക ദൗത്യം നിറവേറ്റുകയാണ് ചെയ്യുക. അവർ സ്വർഗത്തിലെ മെസ്സഞ്ചേഴ്സാണ്. ദൈവത്തിൻ്റെ പദ്ധതി ഭൂമിയെ മാലാഖമാർ അറിയിക്കുന്നു, പ്രവാചകന്മാരിലൂടെ, നീതിമാന്മാരിലൂടെ, ദൈവഭക്തരിലൂടെ. നാം ഈ ഭൂമിയിൽ ദൈവ തിരിഹിതം നിറവേറ്റുമ്പോൾ, നന്മ ചെയ്യുമ്പോൾ, വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ സ്വർഗത്തിലെ മാലാഖമാർ ആനന്ദിക്കുന്നു. നാം പാപം ചെയ്യുമ്പോൾ അവർ ദുഃഖിക്കുന്നു എന്നാണ് പറയുക. നമ്മൾ മാലാഖമാർക്കുള്ള വിശുദ്ധിയിൽ ജീവിക്കുവാൻ കടപ്പെട്ടവരാണ്. സ്വർഗം നമ്മെ വിളിച്ചിരിക്കുന്നത് നാളെ സകല വിശുദ്ധ ദൂതന്മാരോടൊപ്പം ഭാഗഭാക്കായി ദൈവത്തെ ആരാധിക്കുവാനാണ്. നമുക്ക് ഈ പുണ്യഭൂമിയിൽ കൂടുതൽ സ്നേഹത്തോടെ, വിശ്വാസത്തോടെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ മാലാഖമാരുടെ സംരക്ഷണം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.